ഹായ്, ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ ഓണം ഓർഡറുകളെല്ലാം ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ജൂലൈ ആയി, ഈ അടുത്ത മാസം ലാസ്റ്റിൽ ഓണമാണ്. കനകാമ്പരത്തിൻ്റെയും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മുല്ലപ്പൂ വിത്ത് കനകാമ്പരം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓണായി. അപ്പോൾ ആരെങ്കിലും ബുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, മുല്ലപ്പൂ വേണം എന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് ഐവറി കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ പഞ്ച് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി പഞ്ച് കട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കുറച്ച് കട്ടിയുള്ള, നല്ല കട്ടിയുള്ളതല്ല, ഒരു മീഡിയം കട്ടിയുള്ള ഒരു പേപ്പറിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്ത് അത് വെച്ചിട്ട് നമുക്ക് വല്ല ടൂത്ത് പിക്കോ നീഡിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ പേന കൊണ്ടൊന്നും വരച്ചിട്ട് എടുക്കാതിരിക്കുക നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കർ വരും ഈ ഫോം ഷീറ്റിൽ. അപ്പം പിന്നെ ആ ഭാഗം കൂടി നമ്മൾ വെട്ടിക്കളയേണ്ടി വരും. ഇനി ആ മാർക്കറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പോലും വന്നു കഴിഞ്ഞാൽ പൂവൊരു വൃത്തി ഉണ്ടാവില്ല. ഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഫോം ഷീറ്റിൽ അടുപ്പിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് മാക്സിമം പൂവ് ഒരു ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു ഫോം ഷീറ്റിൽ നിന്ന് നമുക്കൊരു 70ഓളം ഫ്ലവർ കട്ടിങ് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഈ ഭാഗമല്ലേ, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നാലാണ് അടുത്ത ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കൈയൊക്കെ വേദനിക്കും കേട്ടോ. അതായത് അത് വെച്ച് വരയ്ക്കുക, അത് കഴിഞ്ഞ് അതേ ഷേപ്പിൽ വെട്ടിയെടുക്കുക നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്യാവശ്യം കൈവേദനയൊക്കെ എടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കട്ട് ചെയ്തത് നമ്മുടെ ഡബിൾ ലെയർ ഒരു മുഴത്തിനുള്ള ഫ്ലവർ കട്ടിംഗ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് വീണ്ടും നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു വിഡ്ത്തിൽ നമുക്കതൊന്ന് വെട്ടിയെടുത്തിട്ട്, നീളത്തിൽ തന്നെ വെട്ടിയെടുത്തിട്ട് അതിൽ ഈ B7000 പശ തേക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണൊക്കെ ഉള്ളവർക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഗ്ലൂ ഗണ്ണല്ല യൂസ് ചെയ്യുന്നത്, B7000 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഗമ്മ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഒട്ടിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പിടിക്കണം കേട്ടോ. എന്നാലാണ് ആ ഗമ്മ അവിടെ ഒട്ടി പിടിക്കുള്ളൂ. അതിന് ശേഷം പിന്നെ നമുക്കങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് പശ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയതിനു ശേഷം മാത്രം മുറിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എയർ കയറും. ഇത് ഈ ഒരു വലുപ്പത്തിലൊക്കെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് ഇത് ഇത്ര മതി. ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് അയൺ ബോക്സ് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ഫ്ലവർ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വുഡൻ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും എടുക്കാം. ഈ പേനയും പെൻസിലും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ മാർക്ക് വീഴും നമ്മളത് എടുക്കുന്ന സമയത്ത്. ജസ്റ്റ് ഇതേപോലെ അയൺ ബോക്സിലൊന്ന് വെച്ചിട്ട് എടുക്കുക. വല്ലാതെ അമർത്തി പിടിക്കരുത്. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് അതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് അങ്ങനെ ചുരുങ്ങുന്ന ഒരു സമയത്ത് തന്നെ നമ്മളത് വിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഫ്ലവർ ഷേപ്പിൽ ചുരുണ്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ കൊച്ചു പിള്ളേരെയൊന്നും ഇതിൻ്റെ അടുത്തേട്ട് കൊണ്ടുവരികയേ വേണ്ട കേട്ടോ. കാരണം അത്രയും ഈ അയൺ ബോക്സ് ഹീറ്റായിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോകുന്നതാണ്. ഇതെല്ലാം ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡബിൾ ലെയർ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗമ്മ് തേച്ച് വേറൊരു ഫ്ലവർ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഫ്ലവറും നമുക്ക് ഡബിൾ ലെയർ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ ഹീറ്റ് ചെയ്യുന്നത് മാക്സിമം പകൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ബില്ലൊക്കെ അധികമാവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ശേഷം മതി നമുക്ക് രാത്രിയൊക്കെ നമുക്കത് ഡബിൾ ലെയർ ആക്കുക. അതുപോലെ തന്നെ സ്റ്റെം ഒട്ടിക്കുക, മാല കെട്ടുന്നതൊക്കെ നമുക്ക് രാത്രിയിലായാലും കുഴപ്പമില്ല. പകലാണ് മാക്സിമം നമ്മൾ ഹീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതേ നമ്മുടെ സ്റ്റെമ്മിൻ്റെ അത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് വെട്ടിയെടുക്കുക. വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാതെ നീളം വേണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാല കെട്ടുന്ന സമയത്ത് അതൊരു വൃത്തികേടായിട്ട് തോന്നും. മാല കെട്ടിക്കഴിഞ്ഞാൽ സ്റ്റെമ്മ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ഇനി അതിന് ശേഷം നമ്മൾ സ്റ്റെമ്മ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്റ്റെമ്മ് വല്ലാണ്ട് ചെറുതാവാനും പറ്റില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാല കെട്ടാനും ബുദ്ധിമുട്ടാണ്.
ഇനി ഇത് എല്ലാ പൂവിനും നമുക്ക് സ്റ്റെമ്മ് ഒട്ടിച്ച് കൊടുക്കാം. ഈ സ്റ്റെമ്മ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പശ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ അങ്ങനെ അങ്ങ് ഇടരുത് നമ്മൾ ആ പൂവ്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കമിഴ്ത്തി വെക്കുമ്പോൾ എന്താ വെച്ചാൽ ആ സ്റ്റെമ്മ് നമുക്കങ്ങനെ പശയിൽ നിന്ന് വിട്ടുപോരില്ല. അത് നന്നായിട്ട് തന്നെ അവിടെ ഡ്രൈ ആയി കിടക്കുകയും ചെയ്യും. ഇത് സ്റ്റെമ്മൊക്കെ ഒട്ടിച്ചിട്ട് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം 1 മണിക്കൂറാണ് ഞാൻ ഡ്രൈ ആവാൻ വെക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ അവിടെ ഒട്ടിയിരുന്നോളും. പിന്നെ നമ്മൾ മാല കെട്ടുന്ന സമയത്ത് തണ്ട് പോരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് എല്ലാം നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്കിപ്പോൾ സ്റ്റെമ്മ് നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പരിപാടി മാല കെട്ടലിലാണ്. എല്ലാം ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാല കെട്ടാൻ നോക്കാം. മാല കെട്ടാൻ എടുക്കുന്ന ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാവരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് അവരതൊന്ന് സ്ലൈഡൊക്കെ ഒന്ന് കുത്തുമ്പോഴേക്കും അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുമ്പോഴേക്കൊക്കെ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ എന്നോട് ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ത്രെഡ് എവിടെ നിന്നാണ് കിട്ടുക, അത് അയാൾ വാങ്ങിയ ത്രെഡ് അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ത്രെഡ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതേ മാല കോർത്തെടുക്കുകയാണ്. അതായത് ഇതിപ്പോൾ ഞാൻ തിക്കിലാണ് കെട്ടുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ അടുപ്പിച്ച് തന്നെ വെക്കണം. എന്നാലാണ് അത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് വരും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാല കെട്ടൽ എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷേ അത് നമുക്ക് കെട്ടാനൊരു സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പേപ്പറൊക്കെ ഒന്ന് കെട്ടി നമ്മളൊന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അതായത് മാക്സിമം ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് കിട്ടും. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരു 4-5 എൻക്വയറി എനിക്ക് വന്നു. അതായത് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുള്ള എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഏതാന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹെൽപ്ഫുള്ളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.